ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ 1 ദിനവൃത്താന്തം 3-4 അധ്യായങ്ങൾ. അധ്യായം 3. ഹെബ്രോനിൽ വച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാരാവിത്: ഇസ്രായേൽക്കാരത്തിയായ അഹീനോവം പ്രസവിച്ച അമ്നോൻ ആദ്യജാതൻ, കർമ്മേൽ കാരത്തിയായ അബീഗയിൽ പ്രസവിച്ച ദാനിയേൽ രണ്ടാമൻ, ഗശൂർ രാജാവായ തൽമായിയുടെ മകളായ മയഖയുടെ മകൻ അബ്ശാലോം മൂന്നാമൻ, ഹഗീത്തിന്റെ മകൻ അദോനിയാവ് നാലാമൻ, അബീതാൽ പ്രസവിച്ച ശെഫത്യാവ് അഞ്ചാമൻ, അവൻ്റെ ഭാര്യ യഗ്ല പ്രസവിച്ച ഇദ്ദരേയം ആറാമൻ. ഈ 6 പേരും അവന് ഹെബ്രോനിൽ വെച്ച് ജനിച്ചു. അവിടെ അവൻ 7 സംവത്സരവും 6 മാസവും വാണു. യെരുശലേമിൽ അവൻ 33 സംവത്സരം വാണു. യെരുശലേമിൽ വച്ച് അവന് ജനിച്ചവരാവിത്: അമിയേലിൻ്റെ മകളായ ബത്ശൂവ പ്രസവിച്ച ശിമേയ, ശോബാബ്, നാഥാൻ, ശലോമോൻ എന്നീ 4 പേരും, ഇബ്ഹാർ, എലീശാമ, എലീഫേലെത്ത്, നോഗഹ്, നേഫെഗ്, യാഫിയ, എലീശാമ, എല്യാദ, എലീഫേലെത്ത് എന്നീ 9 പേരും. വെപ്പാട്ടികളുടെ പുത്രന്മാരൊഴികെ ദാവീദിൻ പുത്രന്മാരൊക്കെയും ഇവരത്രേ. താമാർ അവരുടെ സഹോദരിയായിരുന്നു. ശലോമോന്റെ മകൻ രെഹബയാം, അവൻ്റെ മകൻ അബിയാവ്, അവൻ്റെ മകൻ ആസ, അവൻ്റെ മകൻ യഹോഷഫാത്ത്, അവൻ്റെ മകൻ യഹോരാം, അവൻ്റെ മകൻ അഹസ്യാവ്, അവൻ്റെ മകൻ യോവാശ്, അവൻ്റെ മകൻ അമസ്യാവ്, അവൻ്റെ മകൻ അസര്യാവ്, അവൻ്റെ മകൻ യോഥാം, അവൻ്റെ മകൻ ആഹാസ്, അവൻ്റെ മകൻ ഹിസ്കിയാവ്, അവൻ്റെ മകൻ മനശ്ശെ, അവൻ്റെ മകൻ ആമോൻ, അവൻ്റെ മകൻ യോശിയാവ്. യോശിയാവിൻ്റെ പുത്രന്മാർ: ആദ്യജാതൻ യോഹാനാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സിദക്യാവ്, നാലാമൻ ശല്ലൂം. യഹോയാക്കീമിൻ്റെ പുത്രന്മാർ: അവൻ്റെ മകൻ യെഖന്യാവ്, അവൻ്റെ മകൻ സിദക്യാവ്. ബദ്ധനായ യെഖന്യാവിൻ്റെ പുത്രന്മാർ: അവൻ്റെ മകൻ ശെയത്തിയേൽ, മൽക്കീരാം, പെദായാവ്, ശെനസർ, യെക്കമ്യാവ്, ഹോമാശ, നദബ്യാവ്. പെദയാവിൻ്റെ മക്കൾ: സെരുബാബേൽ, ശിമയി. സെരുബാബേലിൻ്റെ മക്കൾ: മെഷുല്ലാം, ഹനന്യാവ്, അവരുടെ സഹോദരി ശേലാമിത്ത് എന്നിവരും. ഹശൂബ, ഓഹേൽ, ബേരഖ്യാവ്, ഹസദ്യാവ്, യൂശബ്, ഹേസദ് എന്നീ 5 പേരും തന്നെ. ഹനന്യാവിൻ്റെ മക്കൾ: പെലത്യാവ്, യെശയ്യാവ്. രഫയാവിൻ്റെ മക്കൾ: അർണാൻ്റെ മക്കൾ. ഓബദ്യാവിൻ്റെ മക്കൾ: ശെഖന്യാവിൻ്റെ മക്കൾ. ശെഖന്യാവിൻ്റെ മക്കൾ: ശെമര്യാവ്. ശെമയ്യാവിൻ്റെ മക്കൾ: ഹത്തൂത്ത്, ഗിഗാൽ, ബാരിഹ്. നെറയാവിൻ്റെ മക്കൾ: നെയർയാവിൻ്റെ മക്കൾ: എല്യോവേനായി, ഹിസ്കിയാവ്, അസ്രീക്കാം. ഇങ്ങനെ 3 പേർ. എല്യോവേനായിയുടെ മക്കൾ: ഹോദയാവ്, എല്യാശീബ്, പെലയാവ്, അക്കൂബ്, യോഹാനാൻ, ദേലായാവ്, അനാനി. ഇങ്ങനെ 7 പേർ. അധ്യായം 4. യഹൂദയുടെ പുത്രന്മാർ: പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശേബാൽ. ശേബാലിൻ്റെ മകനായ രേയാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹൂമായിയെയും ലഹാദിനെയും ജനിപ്പിച്ചു. ഇവർ സേരാത്യരുടെ കുലങ്ങൾ. ഏതാമിൻ്റെ അപ്പനിൽ നിന്നുത്ഭവിച്ചവർ ഇവർ: ഇസ്രയേൽ, ഇഷ്മ, ഇദ്ബാഷ്. അവരുടെ സഹോദരിക്ക് ഹസേലേൽ പെനി എന്നു പേർ. പെനുവേൽ ഗെദോരിൻ്റെ അപ്പനും യെസെർ ഹൂഷയുടെ അപ്പനുമായിരുന്നു. ഇവർ ബെത്ലഹേമിൻ്റെ അപ്പനായ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിൻ്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അശ്ഹൂരിന് ഹേല, നയര എന്ന് 2 ഭാര്യന്മാരുണ്ടായിരുന്നു. നയര അവന് അഹൂസാം, ഹേഫെർ, തെമനി, ഹായഹസ്താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നയരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്ത്, യസോഹാർ, യത്നാൻ. കോസ് ആനൂബിനെയും സോബാബയെയും ഹാരൂമിൻ്റെ മകനായ അർഹോൻ്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്: നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു.
അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഷൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീരിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോന്റെ അപ്പൻ. എസ്തോൻ ബേത് ഷാഫയെയും പസേഹയെയും നാഹസിനെ അപ്പനായ തേഹിനെയും ജനിപ്പിച്ചു. ഇവർ രേഖാനിവാസികളായിരുന്നു. കെന്നസിന്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരയാവ്. ഒത്നിയേലിന്റെ പുത്രന്മാർ ഹഫത്ത്, മെയോനാഥായി ഒഫ്രയെ ജനിപ്പിച്ചു. സെരയാവ് ഗേഹാരാശീമിന്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു. അവർ കൗശലപ്പണിക്കാർ ആയിരുന്നുവല്ലോ. യെഫുന്നയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു, ഏല, നായം. ഏലയുടെ പുത്രന്മാർ കെന്നസ്. എഹലേലിന്റെ പുത്രന്മാർ സീഫ്, സീഫ, തിർയ, തീർയ, അസരയേൽ. എസ്രയുടെ പുത്രന്മാർ ഏഥേർ, മേരേത്ത്, ഏഫേർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിര്യാമിനെയും ഷമ്മയെയും എസ്തോമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു. അവൻ്റെ ഭാര്യയായ യഹൂദിയ ഗെദോരിൻ്റെ അപ്പനായ യെതേരിനെയും സോഖോവിൻ്റെ അപ്പനായ ഹേബെരിനെയും സാനോഹയുടെ അപ്പനായ യക്കൂദിയേലിനെയും പ്രസവിച്ചു. ഇവരാകുന്നു മേരേത് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിഥ്യായുടെ പുത്രന്മാർ. നഹമിൻ്റെ സഹോദരിയും ഹോദിയാവിൻ്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്മ്യനായ കെയിലയുടെ അപ്പനും മയഖാത്യനായ എസ്തോമോവയും തന്നെ. ഷീമോന്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻ ഹാനാൻ, തീലോൻ. ഇഷയുടെ പുത്രന്മാർ സോഹേത്ത്, ബെൻ സോഹേത്ത്. യഹൂദയുടെ മകനായ ഷേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരേഷയുടെ അപ്പനായ ലതയും. ബേത് അശ്ബേനയിൽ ഷണപട നെയ്യുന്ന കൈത്തൊഴുത്തൽക്കാരുടെ കുലങ്ങളും യോക്കീമും കേസോബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ്, തരാഫ് എന്നിവരും യാശൂബി ലേഹമും തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങളല്ലോ. ഇവർ നെതായീമിലും ഗെദേരയിലും പാർത്ത കുശവന്മാരായിരുന്നു. അവർ രാജാവിനോട് കൂടെ അവൻ്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ഷിമെയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമീൻ, യാരീബ്, സേരഹ്, ഷൗൽ. അവൻ്റെ മകൻ ശല്ലൂം, അവൻ്റെ മകൻ മിപ്ഷാം, അവൻ്റെ മകൻ മിഷ്മ. മിഷ്മയുടെ പുത്രന്മാർ അവൻ്റെ മകൻ ഹമുവേൽ, അവൻ്റെ മകൻ സക്കൂർ, അവൻ്റെ മകൻ ഷിമയി. ഷിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായകയാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേശേബയിലും മേലാദായിലും ഹസർ ഷൂവായിലും ബിൽഹായിലും ഏസേമിലും തോലാദിലും ബെതുവേലിലും ഹൊർമയിലും സിക്ലാഗിലും ബേത് മർക്കാബോത്തിലും ഹസർ സൂസീമിലും ബേത് ബിരിയിലും ഷയരീമിലും പാർത്തു. ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, ആയിൻ, റിമ്മോൻ, തോഖേൻ, ആശാൻ, ഇങ്ങനെ 5 പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു. മെഷോബാബ്, ഇംലേഖ്, അമസ്യാവിന്റെ മകനായ യോശ, യോവേൽ, അസിയേലിന്റെ മകനായ സെരയാവിന്റെ മകനായ യോഷിയാവിന്റെ മകനായ യേഹു, എല്യോവയനായി, യായാക്കൂബ, യേശോഹായാവ്, അസായാവ്, അദിയേൽ, യസിമിയേൽ, ബെനയാവ്, ഷെമയാവിന്റെ മകനായ ഷിമ്രിയുടെ മകനായ ഏദയാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ. പേർവിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രമുഖന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിൽ തിരയേണ്ടതിന് ഗേദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർവിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ്യ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയൂന്യരെയും ആക്രമിച്ചു. ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിലുള്ളതുകൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു. ഷിമയോന്യരായ ഇവരിൽ 500 പേർ ഇഷയുടെ പുത്രന്മാരായ പെലത്യാവ്, നയർയാവ്, രഫയാവ്, ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സെയീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമോലേക്യരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു.